നമസ്കാരം. ലോകത്തെ ഒരു കാലത്ത് ഏറ്റവും വേഗത കൂടിയ വിമാനമായിരുന്നു ബ്രിട്ടൻ്റെ കോൺകോർഡ്. മിന്നൽ വേഗത്തിൽ പായുന്ന ഈ വിമാനത്തിൽ സഞ്ചരിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് അന്ന് പലരും കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് ഈ വിമാനത്തെക്കുറിച്ച് നിരവധി പരാതികൾ ഉയരുകയും ഈ വിമാനം സഞ്ചരിക്കുന്ന പാതയിൽ കെട്ടിടങ്ങൾക്ക് വിള്ളൽ വീഴുന്നു, ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്നു തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിലാണ് ഈ സൂപ്പർസോണിക് വിമാനത്തിൻ്റെ യാത്ര അവസാനിപ്പിച്ചത്. കോൺകോർഡ് വിമാനം 20 വർഷങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ അവസാന യാത്ര നടത്തിയത്. എന്നാൽ ഇപ്പോൾ മറ്റൊരു സ്വപ്നവുമായി എത്തിയിരിക്കുകയാണ് ഒരു അമേരിക്കയിലെ വ്യോമയാന സംഘം. അവർ അവകാശപ്പെടുന്നത് ന്യൂയോർക്കിൽ നിന്ന് പാരീസിലെത്താൻ വെറും 55 മിനിറ്റ് മാത്രം മതി ഇനി തങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഈ വിമാനത്തിൽ യാത്ര ചെയ്താൽ എന്നാണ്. വീനസ് എയറോസ്പേസ് എന്നറിയപ്പെടുന്ന ഒരു വിമാന കമ്പനിയാണ് തങ്ങളുടെ ഈ ഒരു അത്ഭുത വിമാനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ മാസം 14-ാം തീയതി ഇവർ അമേരിക്കയിലെ ടെക്സാസിൽ തന്നെ നടത്തിയ പരീക്ഷണ പറക്കൽ അതീവ വിജയമായിരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ വിമാനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കോൺകോർഡ് വിമാനത്തിന് 50,000 അടി ഉയരത്തിൽ പറക്കാൻ കഴിയുമായിരുന്നു. അന്ന് വലിയൊരു സംഭവമായിരുന്നു ഇത്. പക്ഷേ ഈ പുതിയ വിമാനത്തിനെ കുറിച്ച് അവർ അവകാശപ്പെടുന്നത് ഇതിന് 1,10,000 അടി ഉയരത്തിൽ പറക്കാൻ കഴിയുമെന്നാണ്. മിന്നൽ വേഗത്തിലായിരിക്കും ഇത് സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ ന്യൂയോർക്കിൽ നിന്ന് പാരീസിലെത്താൻ വെറും 55 മിനിറ്റ് മാത്രമേ ഈ വിമാനത്തിന് എടുക്കുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. 12 യാത്രക്കാർക്ക് ഈ വിമാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയും എന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇതിന് സ്റ്റാർ ഗെയ്സർ എന്നാണ് വിമാന കമ്പനി പേരിട്ടിരിക്കുന്നത്. നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാമെന്നുള്ള അർത്ഥത്തിലായിരിക്കാം ഈ ഒരു പേര് നൽകിയിരിക്കുന്നത്. മിന്നൽ വേഗത്തിൽ സഞ്ചരിച്ച് നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും എത്താൻ ഈ വിമാനം സഹായിക്കും എന്നാണ് കമ്പനി വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇതിന് സർക്കാരിൻ്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ 2030 തന്നെ ഈ വിമാനം ഈ യാത്ര ആരംഭിക്കും. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കോൺകോർഡിന് ശേഷം ഏറ്റവും വേഗത കൂടിയ വിമാനം എന്ന ക്രെഡിറ്റ് സ്റ്റാർ ഗേസറിന് ലഭിക്കാനാണ് സാധ്യത. ശബ്ദത്തേക്കാൾ 4 ഇരട്ടി വേഗത്തിലാണ് ഈ വിമാനം സഞ്ചരിക്കുന്നത്. അതായത് കോൺകോർഡ് വിമാനത്തിൻ്റെ 3 ഇരട്ടി വേഗമാണ് ഈ പുതിയ സ്റ്റാർ ഗേസറിന് ഉള്ളത്. 3069 മൈൽ വേഗതയിലാണ് ഈ വിമാനം സഞ്ചരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ വേഗത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം കോൺകോർഡ് വിമാനത്തിൻ്റേതാകട്ടെ 2000-ലും താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിലൊരു സാധാരണ യാത്രാ വിമാനത്തിന് ഈ ന്യൂയോർക്കിൽ നിന്ന് പാരീസിലെത്താൻ 8 മണിക്കൂർ സമയമെടുക്കും. അവിടെയാണ് 55 മിനിറ്റ് കൊണ്ട് നിങ്ങളെ അവിടെ എത്തിക്കാം എന്ന് ഈ വിമാന കമ്പനി നമുക്ക് വാഗ്ദാനം നൽകുന്നത്. റൊട്ടേറ്റിംഗ് ഡിറ്റണേഷൻ റോക്കറ്റ് എഞ്ചിനാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് അന്തരീക്ഷത്തിൽ നിന്നാണ് ഓക്സിജൻ അല്ലെങ്കിൽ വായു വലിച്ചെടുക്കുന്നത് എന്ന്. സാധാരണ ജെറ്റ് വിമാനങ്ങളിൽ ഇതിനായി പ്രത്യേക ഓക്സിജൻ സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. എന്നാൽ ഈ വിമാനത്തിനാകട്ടെ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ഓക്സിജൻ വലിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഏതായാലും ഭൂമിയിലും അന്തരീക്ഷത്തിലും എല്ലാം തന്നെ പലതരം പരീക്ഷണങ്ങൾ നടത്തി വിമാനത്തിൻ്റെ കാര്യക്ഷമത കുറ്റമറ്റതായി തെളിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വീനസ് എയറോസ്പേസ് അവകാശപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി 5 വർഷം എന്ന് പറയുന്നത് ഒരു ദീർഘമായ സമയം നമുക്ക് തീർത്തും പറയാൻ കഴിയുകയില്ല. എങ്കിൽ പോലും 5 വർഷം കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിമാനം നമുക്ക് സഞ്ചരിക്കാൻ ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. കാരണം ലോകത്ത് ഇന്ന് യാത്ര ചെയ്യുന്നവരാണ് വലിയൊരു ശതമാനം ആളുകളും. എത്രയും നേരത്തെ മറ്റൊരു രാജ്യത്ത് എത്താൻ കഴിയുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വ്യവസായികളെ സംബന്ധിച്ചൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ടത്തെ പോലെയല്ല, ഇന്ന് വിമാനയാത്ര എന്ന് പറയുന്നത് വളരെ സർവ്വസാധാരണമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിമാനം പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നമ്മുടെ വ്യോമയാന ചരിത്രം തന്നെ മാറ്റിക്കുറിക്കുന്ന തരത്തിലായിരിക്കും എന്നാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ള വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്.